ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് സാത്താൻ്റെ ഏജൻറ്റുമാരായിരിക്കുന്ന എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെ പറ്റിയുമാണ് ചിന്തിക്കുന്നത്. 11 മുതലുള്ളതായ വാക്യങ്ങളിൽ കള്ളപ്രവാചകനെ പറ്റിയുള്ളതായ വിവരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 16-17 വാക്യത്തിലേക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-17 വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഭൂവാസികൾ എതിർ ക്രിസ്തുവിൻ്റെ സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കുവാൻ കൽപ്പിക്കുന്നതിനോടൊപ്പം കൽപ്പന പ്രാവർത്തികമാക്കുവാൻ രണ്ടാം മൃഗമായ കള്ളപ്രവാചകൻ ഏർപ്പെടുത്തുന്ന നടപടിയാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. മഹാപീഡന കാലത്ത് മുദ്രയേൽക്കുന്നതിൽ നിന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ല. അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരുമായി ലോകത്തിലുള്ള സകലരും ഏൽക്കണം. ഇവിടെ ചെറിയവരും വലിയവരും എന്നത് ജീവിത സാഹചര്യത്തോടുള്ളതായ ബന്ധത്തിലാണ് പറയുന്നത്. ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അത് മുദ്ര ഏൽക്കണം. രണ്ടാമത് സമ്പന്നരും ദരിദ്രരും എന്ന് പറയുമ്പോൾ അത് വസ്തുക സമ്പാദ്യങ്ങളോട് ഏർപ്പെടുത്തി പറയുകയാണ്. ധനവും പൊസിഷനും ഒക്കെ ഉള്ളവർ എങ്ങനെയുള്ളവരായാലും അവരും അത് ഏറ്റേ മതിയാകുകയുള്ളൂ. പിന്നെ സ്വതന്ത്രരും ദാസന്മാരും എന്നത് സമൂഹത്തിലെ അവരുടെ നിലവാരത്തോട് ആയിരിക്കുന്നു, റിലേറ്റിംഗ് ടു ദെയർ സ്റ്റേറ്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുത്തിയുള്ള എല്ലാവരും ഈ മുദ്ര ഏൽക്കണം. അന്നത്തെ ലോകഭരണകൂടവും ലോകമത നേതൃത്വവും ഒരുമിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിയമമായി അംഗീകരിച്ചിരിക്കുന്നതിനാൽ ആർക്കും എതിർ ക്രിസ്തുവിനെയോ കള്ളപ്രവാചകനെയോ എതിർക്കുവാൻ കഴിയുകയില്ല. അക്കാരണത്താൽ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യേക അടയാളമായ മുദ്രയേൽക്കുവാൻ വിസമ്മതിക്കുന്നവർ മരണത്തിനിരയാകും. സകലരെയും മുദ്രയിടുക എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ആരാധകരെ വേർതിരിക്കുക എന്ന ലക്ഷ്യത്തിനുപരിയായി എതിർ ക്രിസ്തുവിനെ ആരാധിക്കാത്തവരെ കണ്ടെത്തുവാനും അങ്ങനെയുള്ളവരുടെ മേൽ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുന്നതിനും കൂടിയാണ് ഇങ്ങനെയുള്ളതായ ഒരു നിലപാട് എടുക്കുന്നത്. പിന്നെ നാം കാണുന്നത് വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വണ്ണം ആക്കുന്നു. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരുമായ എല്ലാവരും മുന്നു തിരിച്ചറിയൽ മാർഗങ്ങളിലൂടെ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. ഒന്ന് മൃഗത്തിൻ്റെ അടയാളം, എ മാർക്ക്, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പേര്, ദ നെയിം ഓഫ് ദ ബീസ്റ്റ്, അല്ലെങ്കിൽ പേരിൻ്റെ സംഖ്യ, ദ നമ്പർ ഓഫ് ഹിസ് നെയിം. പുരാതന കാലങ്ങളിൽ അടിമകളെയും മൃഗങ്ങളെയും രാജ്യത്തിലെ പടയാളികളെയും പ്രത്യേകം മുദ്രയാൽ വേർതിരിച്ചിരുന്നു. മുദ്രയിടിയിൽ ഉടമസ്ഥാവകാശം കുറിക്കുന്നതോടൊപ്പം തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്നു. തിരുവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മുദ്ര അഥവാ അടയാളമിടുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കയ്യിൻ്റെ മേലൊരു അടയാളം വെച്ചു മറ്റുള്ളവരവനെ കൊല്ലാതിരിപ്പാൻ തക്കവണ്ണം. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നത് വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി മുദ്രയേറ്റു. യെഹെസ്കേൽ 9:4 അവിടെ നാം കാണുന്നത് നെറ്റികളിൽ ഒരു അടയാളം അവർ ഏൽപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ പലയിടങ്ങളിൽ കാണുവാനായി സാധിക്കും. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് പറയുന്നു. വെളിപ്പാട് 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിടുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവിക കാര്യങ്ങളായിട്ട് കാണാം. മഹാപീഡന കാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയിടുന്നത് അവർ സാത്താൻ്റെ വകയാണെന്നും ദൈവജനത്തിന്മേൽ പതിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ മഹാക്രോധത്തിൽ നിന്നും എതിർ ക്രിസ്തുവിൻ്റെ ആരാധകരെ സംരക്ഷിക്കുന്നതിനുമാണ് ഈ മുദ്രയിടുന്നത്. സാത്താൻ ദൈവിക സകലത്തെയും അനുകരിക്കുന്നവനാണ്. ദൈവം തൻ്റെ ജനത്തെ മഹാപീഡന കാലത്ത് മുദ്രയിട്ട് വേർതിരിച്ചതിനെ കള്ളപ്രവാചകൻ അനുകരിക്കുകയായിരിക്കാം ഇവിടെ ചെയ്യുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കുന്നവൻ മൃഗത്തിൻ്റെ അഥവാ എതിർ ക്രിസ്തുവിൻ്റെ ആരാധകനും അന്നത്തെ ഭരണത്തോടും മതത്തോടും കൂറുള്ളവനുമായിരിക്കും. ആ നിലയിൽ രാജ്യത്തിൻ്റെ സകല ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്നതാകിയാൽ മൃഗത്തിൻ്റെ മുദ്ര വഹിക്കുന്നതിൽ അന്നത്തെ ഭൂവാസികൾ അഭിമാനിക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ അന്ത്യം നിത്യനാശമായിരിക്കും. മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് അതേൽക്കുന്നവർക്കുള്ള ശിക്ഷാവിധിയെയും കുറിച്ച് മുദ്രയേൽക്കാതെ പീഡനങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധന്മാരെക്കുറിച്ചും തുടർന്നുള്ള അധ്യായങ്ങളിൽ 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും 16, 19, 20 അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എതിർ ക്രിസ്തുവിൻ്റെ അടയാളത്തിന് മലയാളത്തിൽ മുദ്ര എന്നും ഇംഗ്ലീഷിൽ മാർക്ക് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന കറക്മ എന്ന് പറയുന്ന വേർഡാണ്. കറക്മ എന്ന് പറയുന്നത് വെറുതെ എഴുതുക എന്നല്ല, തൊലിമേൽ കൊത്തി ഉണ്ടാക്കി എഴുതുക, എൻഗ്രേവ് ചെയ്യുക എന്നാണ്. അതായത് മുദ്ര തൊലിപ്പുറത്ത് പതിക്കുന്ന വെറും അടയാളമല്ല, മറിച്ച് ശരീരത്തിൽ മുറിവുണ്ടാകത്തക്ക വിധത്തിൽ ആഴത്തിൽ കൊത്തി എഴുതുന്നതായിരിക്കും. പെട്ടെന്ന് കാണത്തക്ക വിധം തൊലിപ്പുറത്ത് രേഖപ്പെടുത്തുന്നതോ പച്ചകുത്തുന്നതോ പോലെയോ, അതുമല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകത്തക്കവണ്ണം അതിന് അതിസൂക്ഷ്മമായി ആധുനിക സാങ്കേതിക വിദ്യയാൽ പതിക്കപ്പെടുന്നതോ ആയ അടയാളമായിരിക്കും. എന്നാൽ ഇപ്രകാരം പതിക്കപ്പെടുന്ന മുദ്ര ഒരു വിധത്തിലും മായ്ച്ചു കളയുവാനോ മാറ്റം വരുത്തുവാനോ സാധിക്കില്ല. മൃഗത്തിൻ്റെ മുദ്ര പതിക്കുന്നത് വലങ്കൈമേലോ നെറ്റിമേലോ ആയിരിക്കും. മിസ്രൈം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തിൻ്റെ ഭുജബലത്തെക്കുറിച്ച് ഓർക്കണമെന്ന് ദൈവം മോശയോട് പറയുമ്പോഴും തിരുവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് മോശ ആവർത്തന പുസ്തകത്തിൽ വിശദീകരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവരുടെ കയ്യിലും നെറ്റിയിലും എഴുതണമെന്ന് ഇസ്രായേൽ മക്കളോട് പലയിടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വലങ്കൈ ശക്തിയെയും പ്രവർത്തനത്തെയും കുറിക്കുന്നു. നെറ്റി സകലരാലും വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗവും മനസ്സിൻ്റെയും ചിന്തയുടെയും കേന്ദ്രം എന്നതിനെയും കുറിക്കുന്നു. ആകയാൽ വലങ്കൈയും നെറ്റിയും ശരീരത്തിൻ്റെ പ്രധാന ഭാഗമായി കണക്കാക്കാം. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര സകലരാലും കാണപ്പെട്ടവടം വലങ്കൈമേലോ നെറ്റിമേലോ പതിക്കണം. ദൈവമക്കൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും എപ്പോഴും ഓർക്കണമെന്നും അവ അവരുടെ കൈമേലും നെറ്റിമേലും വഹിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ അനുകരിക്കുന്നത് പോലെയാണ് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും സാത്താനും ഇവിടെ ചെയ്യുന്നത്. അതിനായി ആജ്ഞ പുറപ്പെടുവിക്കുന്നു. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കപ്പെട്ടവർ മൃഗത്തിൻ്റെ അടിമയെന്നതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരുമായ സകലരും എതിർ ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു മുദ്രയേൽക്കണം. മൃഗത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പേരിൻ്റെ സംഖ്യ. അടയാളം അഥവാ മുദ്രകൾ 3 എണ്ണമുണ്ടെങ്കിലും അവയെക്കുറിച്ച് കൂടുതൽ വിശദീകരണം തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. അതായത് മൃഗത്തിൻ്റെ അടയാളം ഏതാണെന്നോ മൃഗത്തിൻ്റെ പേരേതാണെന്നോ പേരിൻ്റെ സംഖ്യ 666 എന്നും ഒരു മനുഷ്യൻ്റെ സംഖ്യയാണെന്നും പറയുന്നുവെങ്കിലും ഏത് മനുഷ്യനെന്നാണെന്നോ വ്യക്തമാകുന്നില്ല. സകല ഭൂവാസികളും മുദ്രയേൽക്കേണ്ടത് എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും ആജ്ഞയാണെങ്കിലും കുഞ്ഞാടിൻ്റെ രക്തത്താൽ മഹാപീഡന കാലത്ത് വീണ്ടെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ മുദ്രയേറ്റവരുമായ വിശുദ്ധന്മാർ മുദ്രയേൽക്കുവാൻ വിസമ്മതിക്കുകയും മൃഗത്തിൻ്റെ മുദ്രയേറ്റവർ മൃഗത്തിൻ്റെ അടിമകളായി ഇരിക്കുകയും ചെയ്യും. ബാക്കിയുള്ളതായ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.